ഇന്നലെ പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ട് പിൻവാങ്ങിയ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നിന്നാണ് വിനീത വിജിയാണ് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, എന്താണ് ഫിറോസ്പൂരിലെ ഈ പകലത്തെ ജനങ്ങളുടെ പ്രതികരണം? ആ മേഖല സാധാരണ പോലെ തന്നെയാണല്ലോ, ഇന്നലെയൊക്കെ റെഡ് അലേർട്ടും ഒക്കെ പല സമയത്ത് വന്നിരുന്നു, തുടർച്ചയായി എയർ റെയ്ഡിൻ്റെ അലാറം ഇങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ഈ പകല് എങ്ങനെയാണ് ഫിറോസ്പൂരിലെ സാഹചര്യം വിനീത? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫിറോസ്പൂരിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പാടങ്ങളും കൃഷിയൊക്കെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ കഷ്ടപ്പാടും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ ആശങ്കയിൽ തന്നെയാണ് ഫിറോസ്പൂരിലുള്ള ജനങ്ങൾ. കാരണം ഈ പാകിസ്ഥാനുമൊക്കെയായി അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ ഫിറോസ്പൂരിൽ മാത്രം 5 ഇടങ്ങളിലായിട്ട് സമാനമായിട്ടുള്ള രീതിയിൽ ഈ സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നൊരാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃഷിയിടമാണിത്. അദ്ദേഹം പറയുന്നത് ഈ മേഖലകളിലൊക്കെ വലിയ രീതിയിലേക്കുള്ള ആക്രമണങ്ങൾ ഇന്നലെ പാകിസ്ഥാൻ ആക്രമിക്കാനൊക്കെ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. हाँ जी हाँ जी हाँ जी, यहाँ से 5 किलोमीटर ड्रोन गिरे हुए हैं. इधर इस गांव के दूसरी तरफ राउंड गिरे हुए हैं और ये नाद खुला पड़ा और रात को लाइट चली जाती, चोर चक्के आते हैं. हमारे उधर चोरी भी हुई है. बाकी प्रॉब्लम तो इतनी कुछ नहीं, मिलिट्री भी आती जाती है. पूरा ट्रक नाइट हाँ, है, वो ज्यादा टेंशन है ना, डर है ना, वो हाँ, कैसा चल रहा है आपका लाइफ? नहीं, डर तो कोई नहीं है. अब मिलिट्री रात भर राउंड लगाती रहती है. ऐसा तो कोई डर का माहौल नहीं है. काम सारे लोग कर रहे हैं, कोई डर का माहौल नहीं है ऐसा. लेकिन वो ड्रोन गिरे हैं, उसके लिए थोड़ा सा लोग बोल रहे हैं अभी ज़्यादा जंग ना बढ़ जाए. लेकिन डर का कोई माहौल नहीं है इधर. वो डर नहीं है, ये तो वो अटैक पूरा है, वो घर वो गाड़ी पूरा वो अटैक का बात. हाँ, वो तो चलता ही है, वो तो कोई प्रॉब्लम नहीं है इधर. वो इधर ये गांव का गाँव पीछे के पीछे राउंड गिरे हुए हैं. हाँ. वो भी सड़क के बीचों बीच गिरे हुए हैं. ड्रोन अटैक. हाँ, അവർ പറയുന്നത് അവർക്ക് പേടിയില്ല. കാരണം ഇവിടെയൊക്കെ തന്നെ സൈന്യം കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർ പട്രോളിംഗ് ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയ്ക്ക് അപ്പുറം ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ അതിന്റെ മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ഈ റോഡിന്റെ ഇരുവശത്തും ഇങ്ങനെ പാടങ്ങളൊക്കെയാണ്. ഇതിന്റെ മറുവശത്ത് കാണാൻ കഴിയുന്നത് ഒരു വീടാണ്, ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ മറുവശത്തും സമാനമായിട്ടുള്ള ഒരു ആക്രമണം ഇന്നലെ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫിറോസ്പൂരിൽ മാത്രം ഏതാണ്ട് 5 ഇടങ്ങളിലാണ് ഇന്നലെ ഈ സ്ഫോടന ശബ്ദം കേട്ടതെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഒരു അപകടമുണ്ടായത് ഫിറോസ്പൂരിലെ ഒരു വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ഒരു വണ്ടിയിൽ ഒരു കാറിന് മുകളിൽ ഒരു ഡ്രോൺ വന്ന് പതിച്ചതാണ്. അവിടെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരു സ്ത്രീ ഉൾപ്പെടെയുണ്ട്. ആ സ്ത്രീയെ ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ നില ഒരല്പം ഗുരുതരമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു 2 പേർക്ക് പരിക്കുകളുണ്ടെങ്കിലും അവരുടെ നില അങ്ങനെ ഒരു ഗുരുതര സാഹചര്യം അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനിടെ ജലന്ധറിൽ നിന്നും അമൃത്സറിലെ ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ, ഒപ്പം തന്നെ ഈ മിസൈലിന്റെ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട്. ഗുരുദാസ്പൂരിലും ഇന്ന് രാവിലെയോടുകൂടി ഒരു സ്ഫോടന ശബ്ദം കേട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ 4:45 ഗുരുദാസ്പൂരിൽ ഒരു സ്ഫോടന ശബ്ദം കേട്ടത്. അവിടെ വലിയ രീതിയിൽ ഒരു ഗർത്തം ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സമാന നിർദ്ദേശം എല്ലാ മേഖലകളിലും തുടരുന്നുമുണ്ട്. ഒപ്പം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ അമൃത്സറിൽ ഇന്ന് രാവിലെയും ഒരു ആക്രമണത്തിലുള്ള ഒരു സാധ്യത പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ അതിശക്തമായി തന്നെ സൈന്യം തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ രാവിലെയൊക്കെ ഈ സൈറൻ മുഴങ്ങുകയും ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്, ജാഗ്രത പാലിക്കണമെന്നൊക്കെ ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏതാണ്ട് 50ഓളം ഇടങ്ങളാണ് ഈ ഗുരുദാസ്പൂരിലും, പഞ്ചാബിലെ ഗുരുദാസ്പൂരിലും, ഒപ്പം തന്നെ ചണ്ഡീഗഡ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ ഫിറോസ്പൂർ ഉൾപ്പെടെയുള്ള ജലന്ധർ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ താമസിക്കുന്ന മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണവും വെടിവെപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിർത്തികൾ കടന്നുകൊണ്ടുള്ള അത്തരത്തിലേക്കുള്ള ഒരു പാകിസ്ഥാന്റെ ഒരു ആക്രമണം ഒക്കെ ഉണ്ടായത്. പക്ഷേ സൈന്യം സജ്ജമാണ്. നേരത്തെ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്, ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച്, ഞങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ പേടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇവിടെയൊക്കെ ആർമി കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട്, അവർ കൃത്യമായിട്ടുള്ള സുരക്ഷ ഒരുക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെയും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതിനിടയിൽ ഒരു അപകടം എന്ന രീതിയിൽ നമുക്ക് ഒരു കേടുപാട് സംഭവിച്ചത്. ആ ഒരു വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു. ഒപ്പം ആ മേഖലയിൽ ഉണ്ടായിരുന്ന അവരുടെ വീടിന് സമീപമുള്ള കന്നുകാലികൾക്ക് അതിൽ വലിയ പരിക്കേറ്റിട്ടുണ്ട്. അവർക്ക് ഒക്കെ ചികിത്സ നൽകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 പേർക്കാണ് ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റത്.
വിജയകുമാർ. യെസ്, വിനീത വി ജി പഞ്ചാബിലെ ഫിറോസ്പൂരിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. വിനീത പറഞ്ഞതും ആ നാട്ടുകാരൻ സൂചിപ്പിച്ചതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവർക്ക് ഈ ആക്രമണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ സംഭവിക്കുന്നുണ്ട് എങ്കിലും, ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എങ്കിലും അവരത്രയും ആശങ്കപ്പെടുന്നില്ല. കാരണം സുരക്ഷാ സേനയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല, അവർ നോക്കിക്കോളും എന്നൊരു സമാധാനം ആ നാട്ടുകാർക്കുണ്ട്. അത് അവിടെ സംസാരിച്ച നാട്ടുകാരൻ്റെ വാക്കുകളിലും പ്രകടമായിരുന്നു.